Greetings in the wonderful name of our Lord and Savior Jesus Christ. കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. What a privilege and honor to serve Jesus Christ. യേശുക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നത് എത്ര മഹത്തരവും ശ്രേഷ്ഠവുമാണ്. It's a great honor to be with you. നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നത് ഏറ്റവും വലിയ പദവി. I'm blessed today. ഇന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. Because I am in the presence of God and I am with the family of Jesus Christ. എന്തുകൊണ്ടെന്നാൽ ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ദൈവസന്നിധിയിലാണ് ആയിരിക്കുന്നത്. We belong to the largest family of the universe. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കുടുംബത്തിലെ അംഗങ്ങളാണ് നാം. We are part of the family of Jesus. യേശുക്രിസ്തുവിന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. You are my brother, you are my sister, because we are purchased by the same blood, the blood of Jesus Christ. നിങ്ങൾ എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയുമാണ്. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു. Welcome to Jesus family. യേശുക്രിസ്തുവിന്റെ കുടുംബത്തിലേക്ക് സ്വാഗതം. You are here because you love Indian Evangelical Team and you love Jesus. നിങ്ങൾ ഇന്ന് ഈ പ്രോഗ്രാമിൽ ആയിരിക്കുന്നത് നിങ്ങൾ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിനെ സ്നേഹിക്കുന്നത് കൊണ്ടും കർത്താവ് യേശുക്രിസ്തുവിന്റെ ആഴമേറിയ സ്നേഹത്താലുമാണ്. This is the day that the Lord has made. ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം നാം സന്തോഷിച്ച് ആനന്ദിക്കുക. And I mean it from my heart. അത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ അർത്ഥമാക്കുന്നു. I say it because I've experienced it. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഇത് അനുഭവിച്ചിട്ടുള്ളവനാണ്. Every day God has given us with victories and for reasons to rejoice. എല്ലാ ദിവസവും ദൈവം നമുക്ക് സന്തോഷിക്കാനുള്ള കാരണങ്ങളും വിജയവും തരുന്നു. I want to tell you, you might be going through a lot of situations, but God will give you reasons to rejoice each day. ഒരുപക്ഷെ നിങ്ങൾ വിവിധ പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്നുണ്ടാകാം. എന്നാൽ ദൈവം നമുക്ക് സന്തോഷിക്കാനുള്ള കാരണങ്ങളെ നൽകും. Every morning I say like this. എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ I say it aloud. ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കാറുണ്ട്. This is the day that the Lord has made and we will rejoice. ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം നാം സന്തോഷിച്ച് ആനന്ദിക്കും. It has power, my brother, my sister. അതിൽ അത്ഭുത ശക്തിയുണ്ട് പ്രിയ സഹോദര You സഹോദരി. got to say it every day. നിങ്ങൾ ഇത് എല്ലാ ദിവസവും പറയേണ്ടതുണ്ട്. And you will see miracles in your life. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുവാനിടയാകും. Jesus will give us breakthroughs. ദൈവം നമുക്ക് മുന്നേറ്റങ്ങളെ For നൽകും. last 2 weeks we have been seeing from the life of David. കഴിഞ്ഞ 2 ആഴ്ചകളിൽ ദാവീദിന്റെ ജീവിതത്തിൽ നിന്നാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. We have been hearing powerful things about David. ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് ശക്തമേറിയ കാര്യങ്ങളെ നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 Samuel chapter 3 verse 39. 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 39-ാം വാക്യം. One simple statement but very powerful. വളരെ ലളിതമായ ഒരു പ്രഖ്യാപനം, എന്നാൽ ആഴമേറിയ സത്യങ്ങൾ ഉൾക്കൊള്ളുന്നത്. I am weak but I'm anointed. ഞാൻ ബലഹീനനാണ്, എന്നാൽ അഭിഷേകം If ചെയ്യപ്പെട്ടവൻ. you are anointed, നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെട്ടവനെങ്കിൽ even in your weakness you will find the strength of God. നിങ്ങളുടെ ബലഹീനതയിലും ദൈവത്തിന്റെ ശക്തിയെ If കണ്ടെത്തുവാനിടയാകും. you are anointed, നിങ്ങൾ അഭിഷേക്തനാണ് എങ്കിൽ even in your defeats you will see the lights of victory. നിങ്ങളുടെ പരാജയങ്ങളിലും വിജയത്തിന്റെ കിരണങ്ങളെ കാണുവാനിടയാകും. If you are anointed, നിങ്ങൾ അഭിഷേക്തനാണ് എങ്കിൽ every morning will turn into dancing in the days to come. എല്ലാ ദിവസവും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ദിവസങ്ങളാക്കി You know, തീർക്കും. David said like this in Psalms chapter 20. 20-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ വിളിച്ചു പറയുന്നു. He says in verse 7 like this. 7-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. Some trust in chariots, some trust in horses, but my trust is in the living God. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കുന്നു. He is saying it with experience. തന്റെ അനുഭവത്തിൽ നിന്നാണ് ഇത് He വിളിച്ചു has പറയുന്നത്. tasted and seen that this God is worthy to be trusted. അവൻ അത് രുചിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ദൈവം വിശ്വസിക്കാൻ കൊള്ളാകുന്നവനാണ്. He is worthy to be trusted because his anointing brings miracles and wonders and breakthroughs in our life. ഈ ദൈവം ആശ്രയിക്കാൻ യോഗ്യനാണ്. എന്തുകൊണ്ടെന്നാൽ അവന്റെ അഭിഷേകം അത്ഭുതങ്ങളെയും അതിശയങ്ങളെയും പ്രവർത്തിക്കുന്നതാണ്. Psalm 16 David says like this. 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു. There is nothing good apart from you in my life, O God. ദൈവമേ, അങ്ങയെ കൂടാതെ ഒരു നന്മയും എനിക്ക് ഇല്ല. So what is he counting on? എന്താണ് ദാവീദ് ഇവിടെ He പ്രഖ്യാപിക്കുന്നത്? is counting on God who anoints him. തന്നെ അഭിഷേകം ചെയ്ത ദൈവത്തിലാണ് തന്റെ ആശ്രയവും ആശയും. So even in 2 Samuel chapter 3 verse 39, even in midst of challenges, confusion and anxiety, he says, today I am weak, but I know I am anointed for greater 2 things. ശമൂവേൽ 3-ാം അധ്യായം 39-ാം വാക്യം പഠിക്കുമ്പോൾ അനവധി പ്രതിസന്ധികളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ, ആശയക്കുഴപ്പങ്ങളുടെ നടുവിൽ ദാവീദ് വിളിച്ചു പറയുകയാണ്, ഞാൻ ബലഹീനനാണ് എന്നാൽ അഭിഷക്തനാണ്. I'm not looking at my weakness today. ഞാൻ എന്റെ ബലഹീനതയിൽ നോക്കി നിൽക്കുന്നില്ല ഇന്ന്. But I'm looking at the great anointing upon my life that has
things to be accomplished. എന്റെ ജീവിതത്തിൽ നിവൃത്തിയാകുവാനുള്ള അഭിഷേകത്തിന്റെ കാര്യങ്ങളെ മാത്രം ഞാൻ നോക്കി നിൽക്കുകയാണ്. David was anointed in 1 Samuel chapter 16. 1 ശമൂവേൽ 16 അധ്യായത്തിൽ ദാവീദ് അഭിഷിക്തനായി തീർന്നു. He had a rough journey from 1 Samuel chapter 16 till here. 1 ശമൂവേൽ 16 അധ്യായം മുതൽ ഇതുവരെ തന്റെ ജീവിതത്തിൽ വലിയ കഠിനമായ അനുഭവങ്ങളായിരുന്നു. As I said in my previous message, when you are anointed, you will have a lot of challenges and problems. കഴിഞ്ഞ സന്ദേശങ്ങളിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ നാം അഭിഷേകം ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ അനവധി പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ വരും. Why? എന്തുകൊണ്ടാണ്? Because the devil knows that you will make a difference. എന്തുകൊണ്ടെന്നാൽ ശത്രുവിന് അറിയാം നാം വ്യത്യാസം ഉണ്ടാക്കുവാൻ വേണ്ടി നിയുക്തരായവരാണ്. Devil is not interested in ordinary people. സാധാരണക്കാരിൽ പിശാചിന് വലിയ താല്പര്യമൊന്നുമില്ല. He is not interested in somebody who's just walking by the street. തെരുവോരങ്ങളിൽ അലഞ്ഞു നടക്കുന്നവരിലും വലിയ താല്പര്യമില്ല. But he is watchful about the ones who are anointed. എന്നാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനെ, അഭിഷിക്തനെ അവൻ സൂക്ഷിച്ചു നോക്കുന്നു. He wants to destroy them. അഭിഷിക്തനെ നശിപ്പിക്കുവാൻ അവൻ He താല്പര്യപ്പെടുന്നു. wants to devour them. അവരെ കടിച്ചു കീറുവാൻ താല്പര്യപ്പെടുന്നു. But we got to know that this anointing is greater than anything that we face in our life. എന്നാൽ നാം അറിയണം നമ്മിലുള്ള അഭിഷേകം ഇതിനെയൊക്കെ ജയിക്കുവാൻ, തകർക്കുവാൻ ശക്തമേറിയതാണ്. Anointing gives us strength, boldness, courage and victories. ഈ അഭിഷേകം നമ്മെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ശത്രുവിനെ നേരിടാൻ പ്രാപ്തരാക്കുകയും Your ചെയ്യുന്നു. money has its limit. നമ്മുടെ ധനത്തിന് ഒരു പരിധിയുണ്ട്. Medical science has its own limit. മെഡിക്കൽ സയൻസിനും പരിധികളുണ്ട്. Your strength has its own limit. നമ്മുടെ ആരോഗ്യത്തിന് പരിധിയുണ്ട്. Your intellectual power has its own limit. നമ്മുടെ ബുദ്ധികൂർമ്മതയ്ക്കും പരിമിതിയുണ്ട്. But I want to tell you, the anointing that you carry doesn't have any limit. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് പരിധികളില്ല. You got to understand who you are when you are anointed. അഭിഷേകം പ്രാപിക്കപ്പെട്ട നിങ്ങൾ ആരാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. Anointed one carries great power and great strength to defeat every power in the universe. അഭിഷിക്തന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി സകലത്തെയും തകർത്ത് കളവാൻ തക്കവണ്ണം ശക്തിയേറിയതാണ്. I remember in the year 2000 I was in the state of Kerala. ഞാൻ 2000 കേരളത്തിലായിരുന്ന സമയത്ത് I was preaching in a place. ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. That was my first travel to Kerala as a preacher. ഒരു പ്രസംഗൻ എന്ന നിലയിൽ കേരളത്തിലേക്കുള്ള എൻ്റെ ആദ്യത്തെ So after പ്രയാണമായിരുന്നു. I finished my message, I got into a bus to go to a different place to preach in the evening. ആ സന്ദേശം കഴിഞ്ഞ അനന്തരം മറ്റൊരു സ്ഥലത്തേക്ക് പ്രസംഗത്തിനായി ഒരു ബസ്സിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ I was sitting in that last seat of that private bus. ആ പ്രൈവറ്റ് ബസ്സിന്റെ ഏറ്റവും പുറകിലുള്ള സീറ്റിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. It was very bumpy and uncomfortable. അത് വളരെ കുലുക്കമുള്ളതായിരുന്നു, ഒട്ടും ആശ്വാസയോഗ്യമായിരുന്നില്ല അവിടെ ഇരിക്കുന്നത്. So I was wishing if I could get some seat in the front. ഞാൻ ആശിച്ചു പോയി എനിക്ക് മുൻപിൽ ഒരുപക്ഷെ സീറ്റ് കിട്ടിയിരുന്നു എങ്കിൽ എന്ന്. I was tired because I had been preaching. ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ദീർഘമേറിയ So പ്രസംഗത്താൽ. after maybe about 15 minutes, somebody from a row about 5 ahead of me got down from the bus. അല്പനേരത്തിന് ശേഷം 5 സീറ്റുകൾക്ക് മുൻപിൽ ആരോ ഒരാൾ ഇറങ്ങിപ്പോയി. So I went and sat there. അതുകൊണ്ട് ഞാൻ മുൻപോട്ട് ചെന്ന് ആ സീറ്റിലിരുന്നു. There was a man who was sitting next to me. എൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. He was wearing one particular kinds of robe. അദ്ദേഹം ഒരു പ്രത്യേക തരത്തിലുള്ളതായ വസ്ത്രം ധരിക്കപ്പെട്ടിരുന്നു. Within about a minute time, അധിക സമയം കഴിയുന്നതിന് മുൻപായി he started screaming and shouting. അദ്ദേഹം ഉച്ചത്തിൽ And he കരയുവാൻ said, തുടങ്ങി. stop the bus. അദ്ദേഹം പറയാൻ തുടങ്ങി, ബസ് നിർത്തുക, വേഗത്തിൽ നിർത്തുക. Even before the bus could stop, he jumped over me, ran to the back door and jumped out of the running bus. ബസ് നിർത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം എൻ്റെ മീതെ കൂടെ ചാടിക്കിടന്ന് പുറകിലത്തെ വാതിൽ കൂടെ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ചാടിയിറങ്ങി. His bag is still under the seat. അദ്ദേഹത്തിന്റെ ബാഗ് അപ്പോഴും ഈ സീറ്റിനടിയിൽ ഉണ്ടായിരുന്നു. I didn't understand why he ran now. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഓടിപ്പോയതെന്ന്. I moved to the window seat. ഞാൻ ജനാലയ്ക്കരികിലേക്ക് നീങ്ങിയിരുന്നു. Somebody came and sat next to me. എൻ്റെ അടുക്കൽ വേറൊരാൾ അപ്പോൾ വന്നിരുന്നു. And he said, praise the Lord, pastor. എന്നോട് അദ്ദേഹം പറഞ്ഞു, പ്രൈസ് ദി ലോർഡ് ദേവദാസനെ. I wondered, how does he know me? ഞാൻ അതിശയപ്പെട്ടു, എങ്ങനെ അദ്ദേഹത്തിന് എന്നെ മനസ്സിലായി. Later he told me he was in the meeting. പിന്നീട് അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാനും ആ യോഗത്തിലുണ്ടായിരുന്നു. Then he asked me a question. അദ്ദേഹം എന്നോട് ഇങ്ങനെ ചോദിച്ചു, Pastor, do you know why this man ran out of this place? പാസ്റ്ററെ, അങ്ങേക്കറിയാമോ എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ ഇവിടുന്ന് ഓടി എഴുന്നേറ്റ് പോയതെന്ന്? I said, I don't know. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. He said he was a witchcrafter. അദ്ദേഹം പറഞ്ഞു, ആ മനുഷ്യൻ ഒരു മന്ത്രവാദിയായിരുന്നു.
He is somebody who practices black magic. മന്ത്രവാദം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ മനുഷ്യൻ. I was told that he harasses Christians. ആ മനുഷ്യൻ ക്രിസ്ത്യാനികളെ വളരെയധികം നിന്ദിക്കുന്നവനാണെന്ന് ഞാൻ കേട്ടു. I understood one thing. എനിക്കൊരു കാര്യം മനസ്സിലായി. He could not sit beside an anointed man of God. അദ്ദേഹത്തിന് ഒരു അഭിഷക്തന്റെ അടുക്കൽ ഇരിക്കുവാൻ അസാധ്യമായിരുന്നു. It was not because of my education qualification. അതൊരു കാരണവശാലും എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയുടെ ശ്രേഷ്ഠത കൊണ്ടല്ല. Not because of my strength. എൻ്റെ ശക്തി കൊണ്ടുമായിരുന്നില്ല. But it was because of the anointing that I was carrying. എന്തുകൊണ്ടെന്നാൽ എന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്താലാണ്. So I want to tell you today. ഇന്ന് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. If you are anointed, നിങ്ങൾ ഒരു അഭിഷക്തനാണ്. even in midst of your weakness, you will find strength. നിങ്ങൾ നിങ്ങളുടെ ബലഹീനതയിലും ശക്തിയെ കണ്ടെത്തും. Don't look at your situation that you are in today. സാഹചര്യങ്ങളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടരുത്. But like David, look at the anointing that you are carrying. ദാവീദിനെ പോലെ നാം വഹിക്കുന്നതായ അഭിഷേകത്തെ നോക്കുക. You know, David remembers when he was anointed. ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടത് ഓർത്തു നോക്കുമ്പോൾ He had lot of struggles. അവന് അനവധി പ്രയാസങ്ങൾ ഉണ്ടായി. He had to face the bear, he has to face the lion. അവന് സിംഹത്തെയും കരടിയെയും നേരിടേണ്ടതായി വന്നു. He had to face the giant and fight against him. മല്ലനായ ഗോലിയാത്തിനെ നേരിടേണ്ടതായി വന്നു. But every time he knew that these things cannot overpower me because the anointing that I'm carrying is greater than anything that I'm facing today. എന്നാൽ അപ്പോഴൊക്കെയും ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിനൊന്നും തന്നെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ താൻ വഹിക്കുന്ന അഭിഷേകം ഉന്നതമാണ്. I want to tell you the anointing that you are carrying is greater than anything that you face. എൻ്റെ പ്രിയ സഹോദര, നിങ്ങൾ വഹിക്കുന്ന അഭിഷേകം മറ്റെന്തിനേക്കാളും ഉന്നതമാണ്, ശ്രേഷ്ഠമാണ്, ശക്തിയേറിയതാണ്. 2 weeks back we were in a town in North India. 2 ആഴ്ചകൾക്ക് മുൻപ് ഞാൻ നോർത്ത് ഇന്ത്യയിലെ ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ And I was sharing the gospel. ഞാൻ സുവിശേഷം പങ്കിടുകയായിരുന്നു. But suddenly we saw lightning and thunderstorms. പെട്ടെന്ന് ഞങ്ങൾ കണ്ട് ഇടിയും മിന്നലും ഉണ്ടാകുന്നത്. And it started raining. പെട്ടെന്ന് മഴ പെയ്യുവാനും തുടങ്ങി. The wind was very heavy. കാറ്റ് വളരെ ശക്തിയായി അടിക്കുവാൻ തുടങ്ങി. Our brothers were holding the pillars of the tent. ഞങ്ങളുടെ സഹോദരന്മാർ ആ പന്തലിന്റെ കാലുകളെ മുറുകെ പിടിച്ച് നിന്നു. Because we thought the tent will just blow away. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ കരുതി ഈ പന്തൽ കാറ്റിനാൽ തകർന്നു പോകുമെന്ന്. And the lightning and the thunderstorms were frightening. ഇടിയും മിന്നലും ഞങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. We thought we cannot carry on with the meeting. ഞങ്ങൾ കരുതി ഇനി ഈ മീറ്റിംഗ് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്ന്. But then I remembered we are anointed people. എന്നാൽ പെട്ടെന്ന് ഞാൻ ഓർത്ത് ഞങ്ങൾ അഭിഷിക്തന്മാരാണ്. We all started praying. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. And you know what happened? നിങ്ങൾക്കറിയാമോ എന്താ Within സംഭവിച്ചത്? 3 minutes, 3 നിമിഷങ്ങൾക്കകം the whole weather became peaceful. ആ കാലാവസ്ഥ ആകമാനം മാറി. The rain disappeared. മഴ അപ്രത്യക്ഷമായി. The wind calmed down. കാറ്റ് ഇല്ലാതെയായി തീർന്നു. We had our meeting. ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു യോഗം നടത്തുവാൻ We had a blessed time. ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം ലഭിക്കപ്പെട്ടു. But after the meeting we realized one thing. ആ യോഗത്തിന് ശേഷം ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. 2 kilometer beyond the 2 kilometer radius of our meeting there was heavy pouring down and there was heavy wind. ഞങ്ങളുടെ മീറ്റിംഗ് നടന്നതായ സ്ഥലത്തിന് 2 കിലോമീറ്റർ അപ്പുറത്ത് ശക്തമേറിയ മഴ കാറ്റോടുകൂടി ഉണ്ടായതായി ഞങ്ങൾ. It continued for hours. അത് ഏതാനും മണിക്കൂറുകൾ അങ്ങനെ തന്നെ തുടർന്നു. Trees were plucked out. മരങ്ങൾ പിഴുതെറിയപ്പെട്ടു. There were a lot of losses in those places. ആ സ്ഥലങ്ങളിൽ അനവധി നഷ്ടങ്ങൾ ഉണ്ടായി. But this place was protected. എന്നാൽ ഞങ്ങളായിരുന്ന സ്ഥലം വളരെയധികം സൂക്ഷിക്കപ്പെട്ടിരുന്നു. How? Because anointed men and women of God prayed. എങ്ങനെയാണ് സംഭവിച്ചത്? അഭിഷിക്തന്മാരാകുന്ന ദൈവദാസന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ. Today you might be seeing lightning and rough weathers and winds and rains around you. ഒരുപക്ഷെ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലുള്ള കഠിനമായ കാലാവസ്ഥകൾ കൂടെ കടന്നു പോകുന്നുണ്ടാകാം. But know that you are anointed. എന്നാൽ നിങ്ങൾ അറിയുക, നിങ്ങൾ ദൈവത്തിന്റെ അഭിഷിക്തനാണ്. John chapter 1 verse 12 says it. യോഹന്നാൻ 1:12 നാം ഇങ്ങനെ വായിക്കുന്നു. We have the right to be called as the sons and daughters of the living God. ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാനുള്ള അധികാരവും പദവിയും നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നു. Because we believe in him. എന്തുകൊണ്ടെന്നാൽ നാം അവനെ വിശ്വസിക്കുന്നു. And when you stand anointed, you will claim and things will happen. നിങ്ങൾ അഭിഷിക്തനായിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ ഉറക്കെ പ്രഖ്യാപിക്കുവാനും പ്രാപിക്കുവാനും കഴിയും. So David has faced a lot of things after he was anointed.
ദാവീദ് തന്റെ ജീവിതത്തിൽ അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം അനവധി പ്രശ്നങ്ങൾ കൂടെ പ്രതിസന്ധികൾ കൂടെ കടന്നുപോയി. You know, the king was after him. അവന് വിരോധമായി രാജാവ് അവനെ The പിന്തുടർന്നുകൊണ്ടിരുന്നു. king tried to kill him. The king was after his life. രാജാവ് അവനെ കൊന്നുകളയുവാൻ അവന്റെ ജീവനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. Nothing was easy for David. ദാവീദിന് ഒന്നും He ശുഭകരമായിരുന്നു. was hiding in dens and caves and forests. ഗുഹകളിലും വനാന്തരങ്ങളിലും ദാവീദിന് ഒളിച്ചിരിക്കേണ്ടി വന്നു. Can you imagine with me? നിങ്ങൾക്ക് എന്നോട് കൂടെ ചിന്തിക്കുവാൻ കഴിയുന്നുണ്ടോ? The king and the whole army is against one little man. രാജാവും സൈന്യവും ഈ ചെറിയ മനുഷ്യന് വിരോധമായി നിൽക്കുന്നു. What you would have done if you were in his place? ദാവീദിന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? If I was there, I would have just gone and surrendered myself and said, "Forgive me." ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ രാജാവിന്റെ മുൻപിൽ ചെന്ന് കീഴടങ്ങുമായിരുന്നു, എന്നോട് ക്ഷമിക്കണമെന്ന് But പറയുന്നു. what is David doing? എന്നാൽ ദാവീദ് എന്താണ് ചെയ്യുന്നത്? David knew one thing, because I am anointed, the king or the army of king cannot touch me and cannot even pluck a hair out of my head. എന്നാൽ ദാവീദിന് ഒരു കാര്യം അറിയാമായിരുന്നു, താൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്, അതുകൊണ്ട് സൈന്യത്തിനോ രാജാവിനോ തന്നെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. Even when he was running through the dens and the caves and the forests, വനാന്തരങ്ങളിലൂടെയും ഗുഹകളിലൂടെയും ഒളിച്ചിരിക്കേണ്ടി വന്നപ്പോഴും തനിക്ക് ഇക്കാര്യം ബോധ്യമായിരുന്നു. he was trusting on the anointing that he had. ദാവീദ് താൻ വഹിക്കുന്ന അഭിഷേകത്തെ ആശ്രയിച്ചു. Even I believe like this. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. Even when he was running for his life from chasing Saul, ശൗലിന്റെ മുൻപിൽ നിന്ന് തന്റെ ജീവന് വേണ്ടി ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലും he would have been running അവൻ പക്ഷേ and he would ഓടിക്കൊണ്ടിരിക്കുകയാണ്. have been saying to himself, ഈ ഓടുന്ന പോക്കിൽ അവൻ "No പറയുന്നു, arrow of Saul would touch me. ശൗലിന്റെ ഒരു അമ്പും എന്നെ തൊടുകയില്ല. No javelin would harm me. ശൗലിന്റെ കുന്തങ്ങൾ എന്നെ ആക്രമിക്കുവാൻ No കഴിയില്ല. army man of Saul can find me." ഒരു പടയാളിക്കും എന്നെ പിന്തുടരുവാൻ എന്നെ പിടിക്കുവാൻ He കഴിയില്ല. would be encouraging himself അവൻ തന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ടാണ് and he ഓടിക്കൊണ്ടിരിക്കുന്നത്. would have been saying like this, അവൻ ഇങ്ങനെ പറയുന്നുണ്ടാകാം ഒരു പക്ഷേ, "Today I'm running for my life. ഇന്ന് ഞാൻ എന്റെ ജീവന് വേണ്ടി Today ഓടിക്കൊണ്ടിരിക്കുകയാണ്. I'm hiding for my life. ഇന്ന് ഞാൻ എന്റെ ജീവന് വേണ്ടി ഒളിച്ചിരിക്കുകയാണ്. But I know I'm anointed. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ അഭിഷിക്തനാണ്. My day will come. എന്റെ ദിവസം ദൈവം My കൊണ്ടുവരും. day will come. എന്റെ ദിവസം നിശ്ചയമായി Today I വരും. might be going through challenges, ഇന്ന് ഞാൻ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. but my day will come because I'm anointed. എന്നാൽ എന്റെ ദിവസം വരും, എന്തുകൊണ്ടെന്നാൽ ഞാൻ അഭിഷിക്തനാണ്. I know what God has said. എനിക്കറിയാം ദൈവം എന്നോട് എന്താ പറഞ്ഞതെന്ന്. God has anointed me to become the king of Israel. ഇസ്രായേലിന്റെ രാജാവാകുവാനാണ് ദൈവം എന്നെ അഭിഷേകം Today I ചെയ്യുന്നത്. might be hiding. ഇന്ന് ഞാൻ ഒളിച്ചിരിക്കുകയായിരിക്കാം. Today I might be running. ഇന്ന് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാകാം. Today I might be weak. ഇന്ന് ഞാൻ But ബലഹീനനായിരിക്കാം. I am anointed. എന്നാൽ ഞാൻ അഭിഷിക്തനാണ്. Today I want to tell you, my brother. എന്റെ പ്രിയ സഹോദരൻ നിങ്ങളോട് പറയട്ടെ, I want to tell you, my sister. സഹോദരി നിങ്ങളോട് പറയട്ടെ, In midst of your challenges, in midst of your hidings, you got to know that you are anointed, and the God who has anointed you is a faithful God. നിങ്ങളുടെ പ്രതിസന്ധികളുടെയും ഭാരങ്ങളുടെ നടുവിൽ നിങ്ങൾ ഒരു കാര്യം അറിയണം, നിങ്ങളെ അഭിഷേകം ചെയ്ത ദൈവം വിശ്വസ്തനാണ് എന്നുള്ള കാര്യം. David knew one thing. ദാവീദിന് ഒരു കാര്യം അറിയാം, Today I'm running, ഇന്ന് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. but I will not run forever. ഞാൻ എല്ലായ്പ്പോഴും ഓടിക്കൊണ്ടേയിരിക്കുകയില്ല. Today I might be hiding, ഇന്ന് ഞാൻ ഒളിച്ചിരിക്കുകയാണ്. but I will not be hiding forever. എല്ലായ്പ്പോഴും ഒളിച്ചിരിക്കുകയില്ല. This is not going to be my lifetime. ഇത് എന്റെ ജീവിതകാലം മുഴുവൻ This തുടരുകയില്ല. is not going to be for lifetime. ഇത് ജീവിതകാലം മുഴുവൻ തുടരുന്ന ഒരു കാര്യമല്ല. Today I might be having threat on my life, ഇന്ന് എന്റെ ജീവന് വിരോധമായ വെല്ലുവിളികളുണ്ട്. but this will end. എന്നാൽ ഇത് നിശ്ചയമായും But I know one thing. എനിക്കൊരു കാര്യം അറിയാം, One day I will become the king of Israel. ഒരു ദിവസം ഞാൻ ഇസ്രായേൽ രാജാവായി തീരും. I am weak today, ഇന്ന് ഞാൻ ബലഹീനനാണ്, but I am anointed. പക്ഷെ ഞാൻ അഭിഷിക്തനാണ്. Today you might be running. ഇന്ന് നീ You ഓടിക്കൊണ്ടിരിക്കുക, might be hiding. ഇന്ന് ഒളിച്ചിരിക്കുകയാകാം. You might be not having any hope in your life. ഒരു പക്ഷെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലായിരിക്കാം. But what God has said, He will accomplish it. എന്നാൽ ദൈവം പറഞ്ഞതിനെ അങ്ങനെ തന്നെ ചെയ്യുവാൻ വിശ്വസ്തനാണ് ദൈവം. If He has said it, He has said it. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ, Nobody can change it. ആർക്കും അതിനെ മാറ്റുവാൻ But all you കഴിയില്ല. got to believe in Jesus and have faith in Him. നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യം കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. David did not give up hope. ദാവീദ് തന്റെ പ്രത്യാശയെ കൈവിട്ടില്ല. In every lowest point of his life, അവന്റെ ജീവിതത്തിന്റെ എല്ലാ താഴ്ചയുടെ അനുഭവത്തിലും he would have always said, Today I am weak, but I'm anointed. അവൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം, ഇന്ന് ഞാൻ ബലഹീനനാണ്, പക്ഷേ ഞാൻ അഭിഷിക്തനാണ്. David is speaking to each and every one of us. ഇന്ന് ദാവീദും നമ്മോട് പറയുന്നത് ഇതാണ്. Let us say, നമുക്കും പറയാം, if you are anointed, നാം അഭിഷിക്തനെങ്കിൽ let us say,
നമുക്ക് പറയാം, I'm anointed. ഞാൻ അഭിഷിക്തനാണ്. I am weak today, but I'm anointed. ഞാൻ ബലഹീനനാണ്, പക്ഷേ അഭിഷിക്തനാണ്. God who has called me is a faithful God. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. He will accomplish what he has said. അവൻ പറഞ്ഞതിനെ അങ്ങനെ തന്നെ പൂർത്തിയാക്കും. His promises are yes and amen. അവന്റെ വാഗ്ദത്തങ്ങൾ ഉവ്വ് എന്ന് തന്നെയാണ്. David's challenges does not end here. ദാവീദിന്റെ വെല്ലുവിളികൾ ഇവിടെ തീരുന്നില്ല. This anointed man even had to act like a madman. ഈ അഭിഷിക്തന് തന്റെ ജീവിതത്തിൽ ഒരു ഭ്രാന്തനെ പോലെ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്. Can you imagine that? നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? Having saliva running over. വായിൽ നിന്ന് ഉമിനീര് ഇറ്റി വീഴുന്നവനായി He's acting like a madman. ഒരു ഭ്രാന്തനെ പോലെ അഭിനയിക്കുന്നത്. People are ready to kill him. ശത്രുക്കൾ അവനെ കൊല്ലുവാൻ തയ്യാറായിരിക്കുന്നു. That is really the worst thing that can happen to him. അതാണ് തന്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും മോശമായ അനുഭവം. If I was in the place of David, ഞാൻ ദാവീദിന്റെ സ്ഥാനത്തായിരുന്നു, I would have said, God, I don't want your anointing. ഞാൻ ഇങ്ങനെ പറയാൻ, ദൈവമേ ഈ അഭിഷേകം എനിക്ക് വേണ്ട എന്ന്. I was good before the anointing. അഭിഷേകം ഇല്ലാതിരുന്ന I നാളുകളായിരുന്നു. was just looking after my sheep and I was happy. ഞാൻ എൻ്റെ ആടുകളെ നോക്കൊണ്ട് സന്തോഷത്തോടെ ആയിരുന്നു. But after that Samuel episode, after that anointing, I'm not seeing any blessing, but I'm just seeing challenges after challenges. ശമൂവേൽ വന്ന് എന്നെ അഭിഷേകം ചെയ്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ സന്തോഷമല്ല, മറിച്ച് വെല്ലുവിളികളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് സംഭവിക്കുന്നത്. Lord, I quit. ദൈവമേ എനിക്ക് You മതിയായി. find somebody else as the king of Israel. ദൈവമേ വേറെ ആരെങ്കിലും ഇസ്രായേൽ രാജാവായിട്ട് നീ തിരഞ്ഞെടുത്തു. Have we said that in our life? നാം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? We might have thought about quitting many times. നാം ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം, ഇട്ടെറിഞ്ഞു പോകുക എന്ന്. But what is David teaching us? എന്നാൽ ദാവീദ് നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? Don't let your anointing go. നമ്മിലുള്ള അഭിഷേകത്തെ നഷ്ടപ്പെടുത്തരുത്. Today you might be having problems. ഇന്നൊരു പക്ഷേ നിങ്ങൾക്ക് അനവധി പ്രശ്നങ്ങളുണ്ട്. Today nothing would be encouraging. ഒരുപക്ഷെ ഇന്ന് ഒന്നും നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നതല്ല. But hold on to the anointing that you're carrying. എന്നാൽ നിങ്ങളുടെ അഭിഷേകത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിൽക്കുക. The javelin that Saul threw at David could not even touch him. Why? Because he was anointed. ശൗൽ എറിഞ്ഞ കുന്തത്തിന് ദാവീദിനെ തൊടുവാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? താൻ അഭിഷിക്തനായിരുന്നു. What am I trying to tell you here? എന്താണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്? No weapon shall be prosperous against you. നിങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കിയ ഒരു ആയുധവും ഫലിക്കുകയില്ല. No flaming arrows of the enemies will touch you. ശത്രുവിന്റെ തീയമ്പുകൾ നിങ്ങളെ തൊടുവാൻ ദൈവം അനുവദിക്കുകയില്ല. You are anointed. നിങ്ങൾ അഭിഷിക്തനാണ്. I said you are anointed. ഞാൻ പറയും, നിങ്ങൾ അഭിഷിക്തനാണ്. If you are a child of God, you are anointed. നിങ്ങൾ ദൈവത്തിന്റെ മകനോ മകളോ ആണെങ്കിൽ നിങ്ങൾ അഭിഷിക്തനാണ്. 1 Samuel chapter 30. 1 ശമൂവേൽ 30-ാം അധ്യായത്തിൽ, Oh, that was one of the worst day in the life of David. ദാവീദിന്റെ ജീവിതത്തിലെ ഏറ്റവും നിരാശാജനകമായ ദിവസമായിരുന്നു. Ziklag burned down. സിക്ലഗ് കത്തിയെരിയപ്പെട്ടിരിക്കുന്നു. Everything in ashes. എല്ലാം ചാര നിബിഡമായിരിക്കുന്നു. Wives and children taken into captivity. തന്റെ ഭാര്യമാരും കുഞ്ഞുങ്ങളും പിടിക്കപ്പെട്ടിരിക്കുന്നു. His own friends thinking of stoning him and killing him. അവന്റെ സ്വന്തം സ്നേഹിതന്മാർ പോലും തന്നെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, Oh, what you would have done if something like that would have happened to you. ഇതുപോലത്തെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? I would have quit. ഞാൻ ഇട്ടെറിഞ്ഞു പോകുമായിരുന്നു. But you know what David did? എന്നാൽ ദാവീദ് എന്ത് ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയാമോ? He encouraged himself. അവൻ തന്നെ ധൈര്യപ്പെടുത്തി. You know what he would have said to himself? നിങ്ങൾക്കറിയാമോ ഒരുപക്ഷെ അവൻ എന്താ തന്നോട് തന്നെ He would have പറഞ്ഞു? said, David, don't worry. അവൻ പറഞ്ഞു കാണും, ദാവീദേ നീ കലങ്ങരുത്, You are anointed. നീ അഭിഷിക്തനാണ്. You are anointed. നീ അഭിഷിക്തനാണ്. You will get back everything that you have lost. നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെയും ദൈവം തിരികെ തരും. Today you might be seeing in midst of ashes, David. ദാവീദേ ഒരുപക്ഷെ ഇന്ന് നീ ചാരത്തിന്റെ നടുവിലായിരിക്കാം കാണപ്പെടുന്നത്. But God is a God who will turn the ashes into beauty. എന്നാൽ ദൈവം നിന്റെ ചാരത്തിന്റെ അനുഭവങ്ങളെ മാറ്റി മനോഹരത്തിന്റെ അനുഭവത്തിലേക്ക് നയിക്കുവാൻ വിശ്വസ്തനാണ്. Did you hear that? നിങ്ങൾ അത് കേട്ടോ? Your God is a God who will turn the ashes into beauty. നിങ്ങളുടെ ദൈവം ചാരത്തിന്റെ അനുഭവങ്ങളെ മാറ്റി മനോഹരത്വത്തിലേക്ക്, ശ്രേഷ്ഠതയിലേക്ക് നയിക്കുവാൻ David is വിശ്വസ്തനാണ്. saying, ദാവീദ് പറയുന്നു, everything is against me, എല്ലാം എനിക്ക് പ്രതികൂലമാണ്, but I am anointed. എന്നാൽ ഞാൻ അഭിഷിക്തനാണ്. I'll get back my wife. എൻ്റെ ഭാര്യയെ എനിക്ക് മടക്കി കിട്ടും. I'll get back my children. എൻ്റെ കുട്ടികളെ എനിക്ക് തിരികെ കിട്ടും. I'll get back everything that I've lost എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെയും മടക്കി ലഭിക്കും. because I'm anointed. എന്തുകൊണ്ടെന്നാൽ ഞാൻ I'll അഭിഷിക്തനാണ്. become the king. ഞാൻ രാജാവായി. One day I'll become the king. ഒരു ദിവസം നിശ്ചയമായി I'm രാജാവായി. not looking at what is happening to me today, but I'm hopeful about tomorrow.
with the anointing that I have, one day I'll become the king. ഇന്ന് എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെയല്ല ഞാൻ നോക്കുന്നത്, എന്നാൽ നാളെ ഞാൻ എന്തായി തീരും, എൻ്റെ അഭിഷേകം എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്നതിന് ഞാൻ My നോക്കുന്നു. brothers and sisters. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ, Psalms chapter 23 verse 6 says like this. 23 സങ്കീർത്തനം 6 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: Surely goodness and mercy shall follow you all the days of your life. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. If you are anointed, നിങ്ങൾ ഒരു അഭിഷിക്തനാണ്, be hopeful. പ്രത്യാശയുള്ളവനാകുക. Expect great things. ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക. Because this God's anointing will break every yoke that you face in your life. ദൈവത്തിന്റെ അഭിഷേകം നിങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ നുകത്തെയും തകർത്ത് കളയുന്നതാണ്. Every fear, എല്ലാ ഭയത്തെയും, every doubt, എല്ലാ അവിശ്വാസം, every confusion, എല്ലാ ആശയക്കുഴപ്പങ്ങളും it will be overtaken by the anointing that you carry. നിങ്ങളുടെ അഭിഷേകം ഇതിനെ ഒക്കെയും തകർത്ത് കളവാൻ ശക്തിയേറിയതാണ്. Nothing of this universe can stand against a child of God who's ഈ anointed. പ്രപഞ്ചത്തിലെ ഒന്നിനും അഭിഷേകം ചെയ്യപ്പെട്ട ദൈവ പൈതലിന് വിരോധമായി നിൽക്കുവാൻ കഴിയുകയില്ല. Don't quit. നിങ്ങൾ ഇട്ടെറിഞ്ഞു പോകും. Don't even think of giving up. ഇട്ടെറിഞ്ഞു പോകുന്നതിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. You might not be seeing a future, ഒരു പക്ഷേ നല്ല ഭാവി കാണുന്നില്ല. but if you are anointed, future will be bright in the name of Jesus. എന്നാൽ നിങ്ങളൊരു അഭിഷിക്തനാണെങ്കിൽ നിങ്ങളുടെ ഭാവി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. David is teaching us very boldly that even in your weakness, remember the anointing that you are carrying. ദാവീദ് നമ്മെ ശക്തമായി പഠിപ്പിക്കുന്ന ഒരു പാഠം, നമ്മുടെ ബലഹീനതയിലും നമ്മുടെ അഭിഷേകത്തെ മുറുകെ പിടിക്കുക. David has gone through a lot in his life. തൻ്റെ ജീവിതത്തിൽ ദാവീദ് അനവധി പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. He faced a lot of challenges. അനവധി വെല്ലുവിളികൾ താൻ He നേരിട്ടിട്ടുണ്ട്. has faced a lot of even circumstances where death was inevitable. തൻ്റെ ജീവിതത്തിൽ അനവധി തവണ മരണത്തെ മുൻപിൽ കണ്ട നിമിഷങ്ങളും ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. But what did encourage him all the time? എന്നാൽ ഇതിൻ്റെ ഒക്കെ നടുവിൽ തന്നെ ധൈര്യപ്പെടുത്തിയ കാര്യം എന്തായിരിക്കണം? 1 Samuel chapter 16. 1 ശമൂവേൽ 16 അധ്യായം. The incident where he was anointed. താൻ അഭിഷേകം ചെയ്യപ്പെട്ടതായ A ദിവസം. man who was in the pasture shepherding the sheep. വനാന്തരത്തിൽ ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന ഇടയച്ചെറുക്കനായ ദാവീദ്. From there God called him. അവിടെ നിന്ന് ദൈവം അവനെ വിളിച്ചു. An anointing was released upon him. അഭിഷേകം അവന്റെ മേൽ ഒഴിക്കപ്പെട്ടു. And then what happened? പിന്നീട് എന്ത് From സംഭവിച്ചു? ordinary he became extraordinary. സാധാരണത്തിൽ നിന്ന് അസാധാരണത്തിലേക്ക് അവൻ മാറ്റപ്പെട്ടു. Not because of any of his quality. അവന്റെ കഴിവുകൾ കൊണ്ടൊന്നുമല്ല. Listen, കേൾക്കണമേ, his brothers were more qualified than him. അവന്റെ സഹോദരന്മാർ അവനേക്കാൾ യോഗ്യതയുള്ളവരായിരുന്നു. His brothers were more skillful than him. അവന്റെ സഹോദരന്മാർ അവനേക്കാൾ പ്രാവീണ്യമുള്ളവരായിരുന്നു. His brothers were more skilled and strong than him. അവന്റെ സഹോദരന്മാർ അവനേക്കാൾ He ശക്തന്മാരായിരുന്നു. was the least among everybody. അവരിൽ എല്ലാവരിലും വെച്ച് ഏറ്റവും ചെറിയവനും ബലഹീനമായിരുന്നു. But here comes the anointing. എന്നാൽ ഇപ്പോൾ തന്റെ മേൽ അഭിഷേകം വീഴപ്പെട്ടിരിക്കുന്നു. And what happened? എന്ത് സംഭവിച്ചു? None of his brothers made a big difference. അവന്റെ സഹോദരന്മാർക്ക് ആർക്കും ഒരു വ്യത്യാസം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. His brothers never became the king of Israel. അവന്റെ സഹോദരന്മാരിൽ ആരും ഇസ്രായേൽ രാജാവായി തീർന്നില്ല. But this boy, എന്നാൽ ഈ ബാലകൻ, this ordinary boy, ഈ സാധാരണക്കാരനായ ബാലകൻ, rejected by all, എല്ലാവരാലും തള്ളപ്പെട്ടവൻ, forsaken by even his father, പിതാവിനാൽ മറന്ന് കളയപ്പെട്ടവൻ, made fun by his brothers. അവന്റെ സഹോദരന്മാരാൽ കളിയാക്കപ്പെട്ടവൻ, This boy who was even lower than the ordinary, സാധാരണക്കാരിലും സാധാരണക്കാരനായ ഈ ബാലകൻ, the anointing makes him extraordinary. എന്നാൽ അവനിൽ വീണ അഭിഷേകം അവനെ വ്യത്യസ്തനാക്കി തീർക്കുന്നു. Today you might be thinking you are good for nothing. ഇന്നൊരു പക്ഷേ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? I am hated by all. എല്ലാവരാലും വെറുക്കപ്പെട്ടവനാണ് എന്ന് കരുതുന്നുവോ? I cannot achieve anything. എനിക്ക് ഒന്നും നേടുവാൻ കഴിയില്ല You എന്ന് might be നടിക്കുന്നു. somewhere in a lonely place like David in the pasture. ഒരു പക്ഷേ ദാവീദിനെ പോലെ വനാന്തരത്തിൽ ഏകാന്തതയിൽ ആരുമില്ലാത്ത അനുഭവത്തിലായിരിക്കാം But നിങ്ങളായി. if you are anointed, എന്നാൽ നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. God will turn you from your lowest point to somebody extraordinary. എങ്കിൽ ദൈവം നിങ്ങളുടെ ആ അനുഭവത്തിൽ നിന്ന്
മറ്റൊരു അനുഭവത്തിലേക്ക്, ഉയർന്ന അനുഭവത്തിലേക്ക് You know മാറ്റുവാൻ what this വിശ്വസിക്കുന്നു. anointing does? നിങ്ങൾക്കറിയാമോ അഭിഷേകത്തിന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന്? Turns the natural into supernatural. അഭിഷേകത്തിന് സാധാരണമായതിനെ അസാധാരണമാക്കി തീർക്കുവാൻ കഴിയും. Let me give you an example. നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാൻ ഞാൻ The ആഗ്രഹിക്കുന്നു. stone that was thrown by David to Goliath had no power to kill Goliath. മല്ലനായ ഗോലിയാത്തിന് നേരെ എറിയപ്പെട്ട ആ കല്ലിന് ഈ മല്ലനെ തകർത്ത് കളവാൻ, കൊന്നുകളവാൻ തക്കവണ്ണം ഒരു ശക്തിയും ഉണ്ടായിരുന്നില്ല. In natural world, it can never happen. സ്വാഭാവികമായി അങ്ങനെ സംഭവിക്കുവാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. But when an anointed one did something natural, God turned it to supernatural. എന്നാൽ അഭിഷിക്തനായ ഒരുവൻ സാധാരണമായ ഒരു കാര്യം ചെയ്തപ്പോൾ ദൈവം അതിനെ അസാധാരണ പ്രവൃത്തിയാക്കി രൂപാന്തരപ്പെടുത്തി. Of man, an ordinary man can never survive when the king and the entire army is against him. ഒരു രാജാവും സൈന്യവും വിരോധമായി നിൽക്കുമ്പോൾ ഒരു സാധാരണക്കാരന് പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല. It is not possible. അത് അസാധ്യമാണ്. But God does supernatural things. എന്നാൽ ദൈവം അസാധാരണ കാര്യങ്ങളെ ചെയ്യുവാൻ വിശ്വസ്തനാണ്. Because David was anointed. എന്തുകൊണ്ടെന്നാൽ ദാവീദ് ദൈവത്തിന്റെ Because he അഭിഷേകമാണ്. trusted on his anointing. എന്തുകൊണ്ടെന്നാൽ ദാവീദ് ദൈവത്തിന്റെ അഭിഷേകത്തെ ആശ്രയിച്ചു. God in his sovereignty ദൈവത്തിന്റെ സർവാധികാരത്തിൽ ദാവീദ് ആശ്രയിച്ചു. did something supernatural to protect this young man of God. ദൈവം അതുകൊണ്ട് ഈ സാധാരണക്കാരനായ ചെറുബാലകനെ സംരക്ഷിക്കുവാൻ അസാധാരണമായതിനെ ചെയ്യുകയാണ്. You do natural things in your anointing and God will turn into supernatural for you. നിങ്ങൾ നിങ്ങളുടെ അഭിഷേകത്തിൽ സാധാരണ കാര്യങ്ങളെ ചെയ്യൂ, അതിനെ അസാധാരണമായ അത്ഭുതകരമായ കാര്യങ്ങളാക്കി പരിണമിക്കുവാൻ, തീർക്കുവാൻ ദൈവം ശക്തനാണ്. From 1 Samuel chapter 16, in every incident, in every situation, I'm sure David would have kept saying, I'm anointed, I'm anointed, I'm anointed, I'm anointed to become the king of Israel. 1 ശമൂവേൽ 16 അധ്യായത്തിന് ശേഷം എല്ലായ്പ്പോഴും തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം, ഞാൻ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്, ഞാൻ അഭിഷേകം പ്രാപിക്കപ്പെട്ടവനാണ്, ഇസ്രായേൽ രാജാവായി തീരുവാൻ ദൈവം എന്നെ വേർതിരിച്ചിരിക്കുന്നു. Even when he was fighting battles, അവൻ യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. even when he was running away from his own son, അവൻ്റെ മകൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ in every situation he would have just said one thing, I know this is not the end because I'm anointed. എല്ലാ സാഹചര്യത്തിലും അവൻ ഇങ്ങനെ പറയും, ഇത് അല്ല എൻ്റെ അവസാനം, കാരണം ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. This is not your end, my brother. ഇത് നിങ്ങളുടെ അവസാനമല്ല എൻ്റെ പ്രിയ This സഹോദരൻ. is not your end, my sister. ഇത് നിങ്ങളുടെ അവസാനമല്ല എൻ്റെ പ്രിയ You സഹോദരൻ. might be running, you might be hiding, നിങ്ങൾ ഒരുപക്ഷെ ഓടുകയായിരിക്കാം, ഒരുപക്ഷെ ഒളിച്ചിരിക്കുകയാകാം. but know the anointing you carry. നിങ്ങൾ വഹിക്കുന്ന അഭിഷേകത്തെക്കുറിച്ച് ബോധവാനാണ്. Recognize the anointing that you carry. നിങ്ങൾ വഹിക്കുന്നതായ അഭിഷേകത്തെക്കുറിച്ച് ഉത്തമ It's ബോധ്യം. not by might, it's not by power, but it's by the strength of the Holy Spirit. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാലത്രേ. The anointing. അത് അഭിഷേകത്താലത്രേ. You will turn from ordinary to extraordinary. നിങ്ങൾ സാധാരണക്കാരനായ വ്യക്തിയിൽ നിന്ന് അസാധാരണക്കാരനായ വ്യക്തിയിലേക്ക് ദൈവം മാറ്റുവാൻ With ശക്തനാണ്. your anointing, ദൈവത്തിൻ്റെ അഭിഷേകം you will turn natural into supernatural. സാധാരണത്തിൽ നിന്ന് അസാധാരണത്വത്തിലേക്ക് ദൈവം Today, do മാറ്റും. you want to realize and do you want to move forward with the anointing that you ഇന്ന് carry? നിങ്ങൾക്ക് അത് തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുവാൻ താല്പര്യമുണ്ടോ? Anointing will break every yoke. അഭിഷേകം എല്ലാ നുകത്തെയും തകർത്തുകളയും. I said it. ഞാൻ അത് പറയുന്നു. Anointing will break every yoke. അഭിഷേകം എല്ലാ നുകത്തെയും തകർത്തുകളയും. Anointing will open every shut door. അഭിഷേകം അടഞ്ഞ എല്ലാ വാതിലുകളെയും തുറക്കും. Anointing will break every chain. അഭിഷേകം എല്ലാ ബന്ധനങ്ങളെയും തകർത്തുകളയും. Anointing will make every impossible thing into possible. നിങ്ങളിൽ വ്യാപരിക്കുന്ന അഭിഷേകം അസാധ്യതകളെ സാധ്യമാക്കി തീർക്കും. Are you ready to stir up the anointing that you have? നിങ്ങളുള്ള അഭിഷേകത്തെ ചലിപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമോ? With prayer, പ്രാർത്ഥനയാൽ, with passion for Jesus, യേശു ക്രിസ്തുവിനുള്ള അഭിനിവേശത്താൽ, by learning from the heroes of the Bible, ദൈവവചനത്തിലെ ഭക്തന്മാരുടെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട്, by hearing from God. ദൈവവചനത്തെ കേൾക്കുന്നതിൽ കൂടെ Let us increase our anointing. നമ്മിലുള്ള അഭിഷേകത്തെ വർദ്ധിപ്പിക്കും. And let's say like David, ദാവീദിനെ പോലെ നമുക്കിങ്ങനെ പറയാം, I am weak, ഞാൻ ബലഹീനനാണ്, but I'm anointed. പക്ഷേ ഞാൻ I അഭിഷേകം. am weak, ഞാൻ ബലഹീനനാണ്, but I'm anointed. എന്നാൽ ഞാൻ അഭിഷേക്തൻ. I will walk forward. ഞാൻ മുന്നോട്ട് പോകട്ടെ. I will walk forward. ഞാൻ മുൻപോട്ട് ധൈര്യത്തോടെ പോകും. And anointing will give me victory. എന്നുള്ള അഭിഷേകം എനിക്ക് ജയത്തെ നൽകും. Nothing can stop me. എന്നെ ഒന്നിനും തടഞ്ഞു നിൽക്കാൻ കഴിയില്ല. Nothing can stop me.
എന്നെ ഒന്നിനും തടഞ്ഞു വെക്കാൻ കഴിയില്ല. Nothing can stop the anointing that you carry. എന്നുള്ള അഭിഷേകത്തെ നിർത്തുവാൻ തടഞ്ഞു വെക്കുവാൻ ഒന്നിനും സാധ്യമല്ല. I want to close with this. ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. Why was David successful? എന്തുകൊണ്ടാണ് ദാവീദ് ജയാളിയായി തീർന്നത്? He would have never thought even in his wildest dream that he will become the king of Israel. ദാവീദ് തൻ്റെ സ്വപ്നത്തിൽ പോലും നിരൂപിച്ചിട്ടുണ്ടാകില്ല ഇസ്രായേലിൻ്റെ രാജാവായി തീരുക എന്നുള്ള കാര്യം. But why he was successful? പക്ഷെ എന്തുകൊണ്ടാണ് ദാവീദ് ജയാളിയായി തീർന്നത്? Because he was a worshipper of God. എന്തുകൊണ്ടെന്നാൽ താൻ ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. Because he was a lover of God. അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനായിരുന്നു. And because he recognized the anointing he had. അവൻ തന്നുള്ള അഭിഷേകത്തെ തിരിച്ചറിഞ്ഞവനായിരുന്നു. I want you to be a worshipper of God. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവനായി തീരണമെന്ന് ഞാൻ I ആഗ്രഹിക്കുന്നു. want you to be the lover of God. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവനോ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. And I want you to recognize the anointing you carry. നിങ്ങളിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെക്കുറിച്ച് ബോധമുള്ളവരായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Good days are ahead. നല്ല ദിവസങ്ങൾ മുൻപിലുണ്ട്. Good days are ahead. നല്ല ദിവസങ്ങളെ ദൈവം നമുക്ക് You are going to be more than conqueror. നിങ്ങൾ വിജയാളികളായി തീരാൻ പോകുകയാണ്. I'm going to pray for you right now. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Would you close your eyes? നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം. Would you say, Lord, I want to be anointed? നിങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ കർത്താവേ, എനിക്ക് അഭിഷേകം ആവശ്യമാണ്. Turn natural into supernatural. സാധാരണത്തിൽ നിന്ന് അസാധാരണക്കാരൻ, Turn ordinary into extraordinary. സാധാരണത്തിൽ നിന്ന് അസാധാരണത്തിലേക്ക് എന്നെ മാറ്റണമേ. Father, in the name of Jesus, പിതാവേ, യേശു ക്രിസ്തുവിന്റെ I നാമത്തിൽ pray for my brothers and sisters. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Thank you for making them anointed. അവരെ അഭിഷേകം ചെയ്തതിനായി സ്തോത്രം ചെയ്യും. Let them recognize their anointing. അവരുടെ അഭിഷേകത്തെ അവർ തിരിച്ചറിയട്ടെ. Let them be your worshippers. അവർ നിന്നെ ആരാധിക്കുന്നവരായി തീരട്ടെ. Let them be the ones who will love you. അങ്ങയെ ആഴമായി സ്നേഹിക്കുന്നവരായി തീരട്ടെ. And let them have great stories of victories in the days to come. അവരുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങളുടെ കഥകളെ പറവാൻ അങ്ങ് അവസരത്തെ I കൊടുക്കണം. bless them in the name of Jesus. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. In the name of Jesus we pray. Amen. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Have a wonderful week. അനുഗ്രഹിക്കപ്പെട്ട ആഴ്ച നിങ്ങൾക്ക് നേരുന്നു. You are anointed. നിങ്ങൾ If you അഭിഷേകം. have any prayer requests, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ please do call us on these numbers or message us. താഴെ കാണുന്ന ഈ നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുക, ഞങ്ങളെ വിളിക്കുക. We promise to pray for you. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് Once ഉറപ്പ്. again, thank you for your prayers. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വളരെ നന്ദി. God bless you.